ഈ ന്യൂസ് പേപ്പേഴ്സിലും ടി വി ചാനലിലും ഒക്കെ പാരൻസ് തനിയെ താമസിക്കുന്നിടത്ത് ഒരു മകനുള്ളിടത്ത് കൊലപാതകം നടന്നു, അച്ഛനമ്മയെ വെട്ടിക്കൊന്നു, മകനമ്മയെ തിരിച്ച് വൈസ് വേഴ്സ, സോ മെനി ആർ ദെയർ. നമ്മൾ നമ്മളതിനെക്കുറിച്ച് കേൾക്കുന്നു, പോലീസ് കേസ് എടുക്കുന്നു, ദാറ്റ്സ് ഓൾ, അത് കഴിയുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് നമ്മുടെ സർക്കാരോ വേറെ സംവിധാനങ്ങളോ ഇങ്ങനെ നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പം ഒരു വെട്ട് കേസ്, ഒരു കുത്ത് കേസ്, ഒരു ആക്സിഡൻറ്റ് കേസ്, ഇങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അപ്പം നമുക്ക് വി ഹാവ് പോലീസ് ഓഫീസേഴ്സ്. അപ്പോൾ ഒരു സിസ്റ്റം ലൈക്ക് ഒരു 100 വീടിന് ഒരു പോലീസ്, ഒരു 100 വീടിന് ഒരു ആശാ വർക്കറെ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്ലി ഇവർ അല്ലെങ്കിൽ മന്ത്ലി മസ്റ്റായിട്ട് ഓരോ വീടും വിസിറ്റ് ചെയ്തിട്ട് ഇവരിൽ ഈ തനിയെ താമസിക്കുന്നവരിൽ, പാരൻസുമായിട്ട് തനിയെ താമസിക്കുന്നവരിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അത് വലിയ ഭീകരതയിൽ എത്തിക്കും മുമ്പേ അതിനെ തടയാൻ ഈ ആശാ വർക്കേഴ്സിനും പോലീസ് ഓഫീസേഴ്സിനും പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇതൊരു വലിയ അപകടത്തിലേക്ക് പോകും. നമ്മുടെ ശരീരത്തിലുള്ള പല വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ നമ്മളിൽ ഒരുപാട് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാക്കും. ഇപ്പം വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഡിപ്രഷൻ വരും, B12 നമുക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. പിന്നെ ഇത് നമ്മൾ സിങ്ക് കുറഞ്ഞാൽ നമ്മൾ ഓവർ റിയാക്ട് ചെയ്യും. സ്ട്രെസ്സിന് ഒരുപാട് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് പറയുന്നത്. എനിക്ക് സിങ്ക് കുറവുണ്ടായിരുന്നു, അപ്പം ഭയങ്കര സ്ട്രെസ്സുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ഓവറായിട്ട് സ്ട്രെസ്സ് വരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് സ്ട്രെസ് ഇങ്ങനെ വന്ന് സ്ട്രെസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ കഴിവതും മനുഷ്യരെ നിർത്തത്തില്ല. ബിക്കോസ് എനിക്ക് ചിലപ്പോൾ നാണക്കേട് തോന്നും. ഇത്രയും പ്രശ്നങ്ങൾ ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? അപ്പോൾ എനിക്ക് എന്നോട് നാണക്കേട് തോന്നും, എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ. പക്ഷേ ദൈവം നമുക്കത് ഒരു മെൻ്റൽ കപ്പാസിറ്റി തരും, അത് ഓവർകം ചെയ്യാനുണ്ട്. സോ ഐ ഫീൽ സോ ഷൈ സംടൈംസ് ലൈക്ക് വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ എവറി ഡേ. എന്നും ഭീകര പ്രശ്നങ്ങൾ വരും. പക്ഷേ അങ്ങനെ വന്ന് ഇപ്പോൾ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലെന്നായി. അത് വരും, അത് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ഞാനിത് ഒറ്റയ്ക്കാകുമ്പോൾ ഐ ഡോണ്ട് വോണ്ട് എനിബഡി ടു അങ്ങനെ അത് കാണാനോ അല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് സ്ട്രഗിൾ ചെയ്യാനോ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനത് ഒറ്റയ്ക്കങ്ങ് തീർത്തു. ഒരു സമയമുണ്ട് ഇതെല്ലാം നിങ്ങളോട് ഞാൻ എങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്തു എന്ന് പറയാൻ എനിക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു വലിയ അപകടം നമ്മുടെ ചുറ്റിലും നടക്കാൻ പോവുകയാണ്. അതായത് ഈ ന്യൂക്ലിയർ ഫാമിലിക്കകത്ത് പാരൻസിൻ്റെ കൂടെ 1-2 മക്കളെ ഉണ്ടാവും. ഇവർ തമ്മിൽ എന്തെങ്കിലും കോൺട്രവേഴ്സീസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാറും. പിന്നെ ഉള്ളത് ഇവരിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ, ഇവരിൽ എന്തെങ്കിലും ഈ കെയർ ഗീവർ, ഒരാൾ തനിച്ചാണ്, കെയർ ഗീവറിലായാലും ശരി പേഷ്യൻറ്റിലായാലും ശരി മാനസിക അസ്വസ്ഥ്യങ്ങൾ വരാം. ഈ വൈറ്റമിൻ നമ്മുടെ ഫുഡ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇപ്പം മത്സ്യത്തിനാണ്. അപ്പോൾ ഈ പാവയ്ക്ക, വെണ്ടയ്ക്ക, ചുണ്ടയ്ക്ക, വെള്ളരിക്ക, പടവലങ്ങ, കത്തിരിക്ക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എത്രത്തോളം നമ്മുടെ ഉള്ളിലോട്ട് എത്തുന്നത്. ദൈവം ഈ സാധനങ്ങളെല്ലാം ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭൂമിയും ഇതും സൃഷ്ടിച്ചത് നമ്മളിതെല്ലാം കഴിച്ച് ഈ ഇന്നർ എൻജിനീയറിങ് അകത്തേക്കുള്ള ഈ ഓർഗൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ള ഫുഡ് നമുക്ക് ചുറ്റും ഉണ്ടാക്കിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഹാവ് ടു ബി കെയർഫുൾ. നമ്മളിത് എടുക്കുന്നില്ല, നമ്മൾ ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അപ്പോൾ ഈവൻ കൊളസ്ട്രോൾ വളരെ കുറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഹോമിസൈഡാണോ സൂയിസൈഡാണോ കൺഫേം ആക്കിയിട്ട് പറയാം, നമ്മൾ അറിയാത്ത കാര്യം പറയാം, പക്ഷെ രണ്ടിലേതോ ഒന്ന് സംഭവിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ സങ്കീർണമാർന്ന രാസപദാർത്ഥങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ മനോരോഗം ഉണ്ടാക്കാം. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ എല്ലാ വൈറ്റമിൻസിനും ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യും. പിന്നെ ദിസ് ഇസ് എ റിക്വസ്റ്റ് ടുവേഴ്സ് ദ ഗവൺമെൻറ്. ആശാ വർക്കേഴ്സിനെയും പോലീസിനെയും ഉപയോഗിച്ച് ഒരാഴ്ചയിൽ ഓരോ ദിവസം വെറുതെ ഇരിക്കുന്ന എന്ന് ഞാൻ പറയല്ല, എന്നാലും അങ്ങനെ നമുക്കൊരു ഇപ്പം ആശാ വർക്കേഴ്സിനെ, പോലീസ് ഓഫീസേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഓരോ വീടുകളിലും
അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് സൗഹൃദ വിസിറ്റ്, സൗഹൃദ പോലീസ് സ്റ്റേഷൻ പോലെ സൗഹൃദ വിസിറ്റ് നടത്തി അവിടെ ഉള്ളവരെ മെൻ്റൽ സ്റ്റാറ്റസ്, ആശാ വർക്കറുടെ വിസിറ്റ് കഴിഞ്ഞ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യും. എന്തുകൊണ്ട് നമ്മൾ ഓണത്തിന് ലൈറ്റ് ഇടുന്നു, കാറുകൾ ചീറിപ്പായുന്നു, ഹെലികോപ്റ്ററുകൾ ഓടുന്നു, വെള്ളപ്പൊക്കങ്ങൾ വരുന്നു? എന്തുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തെന്ന് പറയുമ്പം പെർ ക്യാപിറ്റ ഇൻകം അല്ലേ? ഐ തിങ്ക് പെർ ക്യാപിറ്റ, വാട്ട് ഇസ് ദിസ് പെർ ക്യാപിറ്റ ഇൻകം? അത് വരണമെങ്കിൽ മനുഷ്യന് ആരോഗ്യം വേണം. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിനല്ലേ പ്രാധാന്യം? മാനസിക ആരോഗ്യമുണ്ട്, ശാരീരികവും മാനസികവും വേണം. അപ്പോൾ ഈ മാനസിക ആരോഗ്യം വീടുകളിൽ തനിയെ താമസിക്കുന്നവർക്ക് ഉണ്ട്. അത് ചെക്ക് ചെയ്യാൻ പോലീസ് ഓഫീസേഴ്സിനെയും ആശാ വർക്കേഴ്സിനെയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വീടുകളിൽ ഇങ്ങനെ ഡെയിലി ഓരോ തരത്തിലുള്ള ആൾക്കാർ, പേടിയാവും നമുക്ക് സത്യത്തിൽ. ഓരോ തരത്തിലുള്ള മനുഷ്യരാണ്, ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഓരോ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഓരോ നമ്മുടെ സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇന്നതാണെന്നുള്ളത്. പക്ഷേ എനിക്ക് ഞാനൊരു സംഘടനയുടെ തലപ്പത്തില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് പലയിടത്തും പോരാടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്നു. ഈ ഗീതയിലും രാമായണത്തിലും ബൈബിളിലും എഴുതിയിട്ടുണ്ട്, ഇൻജസ്റ്റിസ് ടുവേഴ്സ് എ വിമൻ. ഒരു ഇൻജസ്റ്റിസ് കണ്ടാൽ പ്രതികരിക്കണം. വീടിൻ്റെ വാതിൽ തുറക്കാത്ത ആൾക്കാർ എങ്ങനെയാണ് ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കുന്നത്? അപ്പുറത്തെ വീട്ടിൽ ഒരാളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ലെറ്റ് ദം പീഡിപ്പിക്കൂ, അവർ പീഡിപ്പിച്ചിട്ടോട്ടെ എന്ന് പറയുന്ന മനുഷ്യരാണ്. അത് ഇങ്ങനെ ഒരു ഈ കുടുംബശ്രീക്കാരും എല്ലാം കൂടെ ചേർന്ന് ഒരു 10 വീട്ടിലെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ഒരു സഹകരണം ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ജസ്റ്റ് ഒരു വിളി കേട്ടാനെങ്കിലും ശ്രദ്ധിക്കാൻ തക്ക ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ ഈ രാവും പകലും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ടേ ആ ലാസ്റ്റ് വെട്ട് നമ്മുടെ കഴുത്തി കൊള്ളുമ്പോൾ നമ്മുടെ ചങ്ക എന്തുമാത്രം നീറുമെന്ന് ആലോചിച്ച് അതിന് ഒരു വിലയും കൊടുക്കുന്നില്ല. വെട്ടട്ടെ, കൊല്ലട്ടെ, പോകട്ടെ, അതിനെന്ത് പരിഹാരം? ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്, പിന്നെ കല്യാണം നടക്കുന്നില്ല, മെയിൻ റീസണാണ്. ഇനി നടന്നാലോ ജീവിക്കാൻ തള്ളന്മാർ സമ്മതിക്കുന്നില്ല, കുറേ കൂട്ടങ്ങൾ സമ്മതിക്കുന്നില്ല. ഈ പ്രത്യുൽപാദനവും ഈ ഒരു എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. ഇത് ഒരു തരം ഒരാൾക്കും ഈ പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ഇല്ല. അത് അത്യാവശ്യമാണ്. പ്രീമറൈറ്റൽ കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്, എസ്പെഷ്യലി ടുവേഴ്സ് ദ ഹിന്ദു കമ്മ്യൂണിറ്റി. ഇറ്റ് ഇസ് എ റിക്വസ്റ്റ് ടുവേഴ്സ് NSSകാരോടും SNDPക്കാരോടും മറ്റ് സമുദായക്കാരോടും പറയുന്നു, പ്ലീസ് വി നീഡ് പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ടു അവർ നമ്മുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. എന്തുകൊണ്ട് ഇത്രയും ഡിവോഴ്സസ് വരുന്നു? ഒരു ഡിവോഴ്സ് വരുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഓ മൈ ഗാഡ്, ഇറ്റ്സ് അൻ ഇൻഫെർണോ. നമുക്ക് പറയാം, നമുക്ക് പറ്റുന്നൊക്കെ. ഓരോ ജന്തുക്കളും തിരിയും. പണ്ടുതൊട്ടേ പുരുഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഓഷോ പറയും പോലെ. സ്ത്രീ അനുസരിക്കാം. ഈ ഒരു സെലിബ്രിറ്റി, ഒരു കുട്ടിയുടെ ഈ കുറച്ച് അത് ഞാൻ വേറൊരു സബ്ജക്റ്റായിട്ട് പിന്നെ പറയാം. എന്തായാലും വീണയുടെ പോലീസ് ഓഫീസർ ആശാ വർക്കർ ഈ അപ്പനും അമ്മയും വെട്ടിക്കൊള്ളുന്നത് തടയാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടായോ? ഓക്കെ, ബൈ.